യെസ് എസ് ഐ ഹിയർ. സാർ സാർ നൈറ്റ് പെട്രോൾ ഉണ്ട് സാർ. സാർ ഭ്രാന്തന്മാരുടെയും പാതിരിയുടെയും ഒക്കെ വേഷത്തിലാണ് സാർ ഇപ്പൊ ചെന്ന് മോഷണം നടത്തുന്നത്. സാർ തേവരയിൽ വീട്ടിൽ ഇൻസ്പെക്ടർ വേഷത്തിൽ ചെന്ന് വിരട്ടിയാണ് മോഷണം നടത്തിയത്. സാർ അത് സാർ ഭിക്ഷക്കാരന്റെ വേഷത്തിൽ ചെന്ന് ഭിക്ഷ ചോദിച്ചാണ് മാല പൊട്ടിച്ചുകൊണ്ട് ഓടിയത്. സാർ സാർ ഇന്നത്തെ പെട്രോളിന് ഞാനും പോകുന്നുണ്ട്. എന്നാൽ ഈ പാതിരാത്രിക്ക് അയാൾ നമ്മളെ ഇറക്കി വിട്ടില്ലേ? അയാൾ നമ്മളൊന്ന് വിരട്ടാൻ വേണ്ടി ചെയ്തതല്ലേ. അയാൾ ഇപ്പൊ തന്നെ തിരിച്ചു വരും. നമ്മളില്ലാതെ അയാൾ എങ്ങനെ സെക്കൻഡ് കളി കളിക്കും? അയാൾ തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അഥവാ വന്നാൽ നല്ല ചവിട്ട് കൊടുക്കും. നാണം ഉണ്ട് അയാൾക്ക്. നാണമില്ലാത്തതുകൊണ്ട് അവരിൽ പൈസയുണ്ട്. അയ്മൻ അമ്മണി എന്ന് പറഞ്ഞൊരു കീപ്പുണ്ട്. ഒരു കളിക്ക് സർവ്വ ചെലവും കഴിച്ച് 1500 രൂപ ചൊള പോലെ പോക്കറ്റിൽ വീഴുന്നുണ്ട്. പക്ഷെ ഇനി തിരിച്ചു വന്ന് വിളിച്ചാൽ നമ്മളെ കേറരുത്. നമ്മളില്ലാതെ വക്കച്ചൻ എങ്ങനെ നാടകം കളിക്കുന്നു കാണുന്നുണ്ട്. എനിക്ക് പേടിക്കാനൊന്നുമില്ല. ഞാനിപ്പോ ഇതില്ലെങ്കിൽ സൂര്യസോമിലൊക്കെ APS കയറി രക്ഷപ്പെടും. നിന്റെ കാര്യം ആലോചിച്ചിട്ടാ. അത് പറയാതെ എനിക്കും പേടിക്കാനൊന്നുമില്ല. ഞാൻ കേരളത്തിലുള്ള സകല നാടക ട്രൂപ്പുകളിലും റോളിന് വേണ്ടി ശ്രമിക്കും. ഒന്നിലും ശരിയായില്ലെങ്കിൽ മലയാളം TV സീരിയലിൽ അഭിനയിക്കും. വരുന്നുണ്ട്. നമുക്ക് ഒളിച്ചിരിക്കാം. സ്വല്പനേരം നമ്മളെ കാണാതെ അയാൾ വിരലെത്താം. വാ, നമുക്ക് ഇങ്ങോട്ട് കാണാം. വരുന്നുണ്ട്. അതിനെ 25 രൂപ കൂടുതൽ എന്നാലും നാളെ മുതൽ കളിക്ക് വരുള്ളൂ എന്ന് പറയാം. ഞാൻ വരട്ടുന്നത് നീ നോക്കിക്കോ. പോലീസിന്റെയും ഭ്രാന്തന്മാരുടെയൊക്കെ വേഷം കെട്ടി നീയൊക്കെ മോഷ്ടിക്കാൻ നടക്കുന്നോടാ റാസ്കൽ. സത്യം പറഞ്ഞു. തൊണ്ടി സാധനങ്ങൾ എവിടെയാ കുഴിച്ചിട്ടിരിക്കുന്നത്? അതിന് ഞങ്ങൾ കള്ളന്മാരല്ല സാർ. എടാ ഏതെങ്കിലും കള്ളന്മാർ ഇതുവരെ കള്ളനാണെന്ന് സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. എന്താണ് പഠിക്കാത്തത്? എന്താടാ ഇത്? ഇത് നോട്ടീസ്. എന്ത് നോട്ടീസ്? ഞങ്ങൾ 2 പ്രൊഫഷണൽ നടന്മാരാണ്. ഇത് ഞങ്ങളുടെ പരിപാടിയുടെ നോട്ടീസാ. ഇത് ഞാൻ പെരപ്പംകൂട് പ്രഭാകരൻ. ഇത് പോൾ രാജ്. പിണ്ടിമന പോൾ രാജ്. നിന്റെയൊക്കെ പിണ്ടിമന. എന്നാ നിനക്കൊക്കെ ഇത് നേരത്തെ പറഞ്ഞോടായിരുന്നോടാ? സാർ ഇടി നിർത്തിയാലേ ഞങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ. മേക്കപ്പും ഡ്രസ്സും ഒക്കെ അഴിച്ചു വെച്ച് വേഗം സ്ഥലം വിടാൻ നോക്ക്. ഇവിടെ വെച്ച് വേണ്ട, പുറത്തു പോയേക്ക്. അയ്യേ, ആന്റി എന്തിനാ ബഹളം വെക്കുന്നത്? മോളെ ഹോസ്പിറ്റലിലേക്കല്ലേ കൊണ്ടുപോകുന്നത്? അതും നമ്മളെ ഹോസ്പിറ്റലിലേക്ക്. ഓക്കെ, ആന്റി ഇവിടെ നിന്നോളൂ. അമ്മച്ചി കൊണ്ടുവരൂ. യമുനെ, എന്താ ഇത്? ബഹളം വയ്ക്കാതെ, എല്ലാ അസുഖമാകും. ഇവിടെ കൊണ്ട് സെല്ലിലടക്കേ. എന്റെ മോക്ക് ഭ്രാന്തില്ല. എന്റെ മോളെ സ്വന്തമാക്കി ഞങ്ങളുടെ സ്വത്തെല്ലാം തട്ടിയെടുക്കാൻ ആ കൃഷ്ണകുമാർ ചെയ്ത ചതിയായത്. ആരായി കൃഷ്ണകുമാർ? ഭ്രാന്താശുപത്രി നടത്തുന്ന ഡോക്ടറാ. യമുനയുടെ അച്ഛന്റെ ഒരു അകന്ന ബന്ധുവാണ്. നിങ്ങൾക്ക് പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തൂടെ? അങ്ങനെ ചെയ്താൽ ആ നിമിഷം എന്റെ മോളെ ശരിക്കും ഒരു ഭ്രാന്തിയാക്കി മാറ്റുന്ന അയാൾ പറഞ്ഞിരിക്കുന്നത്. ഭ്രാന്ത് ആശുപത്രിയിൽ സ്വയംബോധം കൊണ്ട് നശിച്ച നിലയിൽ എന്റെ മോളെ കാണേണ്ടി വന്നാൽ നിങ്ങളെ സഹായിക്കാൻ മറ്റു ബന്ധുക്കൾ ആരുമില്ലേ? ബന്ധുക്കൾ എന്ന് പറഞ്ഞ അടുത്തുകൂടിയവരാ ഈ ചതി ചെയ്തത്.
കൃഷ്ണകുമാറിനെ കല്യാണം കഴിക്കാൻ സമ്മതിക്കാത്തന്റെ പേരില്ല എന്റെ മോളെ ഭ്രാന്താശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. എനിക്കും എന്റെ മോക്കും വേറെ ആരുമില്ല. എങ്ങനെയെങ്കിലും എന്റെ മോളെ ഭ്രാന്താശുപത്രിയിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവളുടെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ഞങ്ങളെ രക്ഷിക്കാൻ പറ്റുമോ? അതിപ്പോ അമ്മയും ഞങ്ങൾ വിചാരിച്ചാൽ ഞങ്ങൾക്ക് ഈ പ്രശ്നത്തിൽ സജീവമായിട്ട് ഇടപെടണമെന്നുണ്ട്. പക്ഷെ ടൈമില്ല. ഞങ്ങൾ പ്രൊഫഷണൽ നാടകക്കാരാ. ഇന്ന് കാസർഗോഡ്, നാളെ പാറശാല, മറ്റന്നാൾ. അമ്മ ഞങ്ങള് എനിക്ക് പറയാനുള്ളത് മുഴുവനും കേട്ടിട്ട് നിങ്ങൾ തീരുമാനിച്ചാ മതി. എനിക്ക് മരുന്ന് വേണ്ട. മരുന്ന് കഴിക്കാതെ എങ്ങനെ രോഗം മാറുന്നത്? എനിക്ക് രോഗമില്ല, പിന്നെ എന്തിനാ മരുന്ന് കഴിക്കുന്നേ? ഈ പറയുന്ന തന്നെ രോഗത്തിന്റെ ലക്ഷണം. ദയവ് ഇതൊന്ന് പോകാമോ? ആ മരുന്ന് ഞാൻ കൊടുക്കാം, നിങ്ങൾ പോയിക്കോളൂ. ഇവിടെ കിടന്ന് ബഹളം വെച്ചുകൊണ്ട് ഒരു കാര്യമില്ല. ഞാൻ പറയുന്നത് അനുസരിക്കുന്ന നല്ലത്. നീ ഇവിടുന്ന് പോയാലും നിന്നെ വിവാഹം ചെയ്യാൻ ആരും തയ്യാറാവില്ല. കാരണം ഒരു ഭ്രാന്തിയായിട്ട് ലോകം കാണും. അറ്റൻഡർ, അല്പം വയലനാണ്, സൂക്ഷിച്ചോണം. സെല്ലടത്തേക്ക്. എമിനയുടെ അച്ഛൻ മരിച്ചതിന് ശേഷം മനസ്സിന് അല്പമെങ്കിലും സമാധാനം കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇവിടെ എത്തിയതിനു ശേഷമാണ് ഞങ്ങളുടെ സ്വത്തുക്കൾ മുഴുവനും എമിനയുടെ അച്ഛന്റെ ആൾക്കാര് കയ്യിലാക്കി വെച്ചിരിക്കുന്നെന്ന് മനസ്സിലായത്. അത് തിരികെ കിട്ടാൻ വേണ്ടി ഞാൻ കേസ് ഫയൽ ചെയ്തു. അതോടുകൂടി ഞങ്ങൾക്ക് എല്ലാരും ശത്രുക്കളായി. എന്റെ മകളെ എനിക്ക് തിരിച്ചു കിട്ടിയാൽ മാത്രം മതി. ആ നിമിഷം അവളെയും കൊണ്ട് ഞാൻ മദ്രാസിലേക്ക് പോയിക്കോളാം. ഈ വീടും സ്വത്തും ഒന്നും എനിക്ക് വേണമെന്നേ ഇല്ല. ഭ്രാന്താശുപത്രിയിൽ നിന്ന് യമുനയെ രക്ഷപ്പെടുത്തിക്കൊണ്ട് മാത്രം പ്രശ്നങ്ങൾ തീരുവോ? ആ കൃഷ്ണകുമാർ നിങ്ങൾ വീണ്ടും ട്രേസ് ചെയ്ത് പിടിച്ചാലോ? എങ്ങനെയെങ്കിലും കൃഷ്ണകുമാറിന്റെ കസ്റ്റഡിയിൽ നിന്ന് മോളെ മോചിപ്പിക്കാൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോലീസിന് സഹായം ആവശ്യപ്പെടാമല്ലോ. നിങ്ങളെപ്പോലെ രണ്ടാമക്കൾ എനിക്കുണ്ടായിരുന്നെങ്കിൽ. അമ്മ വിഷമിക്കണ്ട, ഞങ്ങളും അമ്മയുടെ മക്കളാണെന്ന് കരുതിയാൽ മതി. യമുനയെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവരാൻ ഞങ്ങളുടെ കഴിവിന്റെ പരമാവധി ശ്രമിക്കാം. ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിന്നെ പറയുമ്പോ മറ്റൊന്നും തോന്നരുത്. ഈ നാടക അഭിനയമാണ് ഞങ്ങളുടെ ഏക വരുമാനം. അപ്പോ അതും കളഞ്ഞിട്ട് ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോ പണം, കാശ്, സാമ്പത്തികം, ബഡ്ജറ്റ് കാര്യത്തോട്ടുന്നെന്തിനാ? കാര്യം പറയട്ടെ. കാശിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒന്നും വിഷമിക്കണ്ട. ഇതിനു വേണ്ടി എത്ര പണം വേണമെങ്കിലും ഞാൻ ചെലവാക്കാൻ തയ്യാറാണ്. കാശ് ഒരു പ്രശ്നമല്ലെങ്കിൽ പിന്നെ ഈ ഒരു പ്രശ്നം ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല. എന്താ? എനിക്കെന്റെ മോളെ ഒന്ന് കാണണം. എന്തിനാ ഇപ്പൊ കാണുന്നേ? എനിക്കെന്റെ മോളെ ഒന്ന് കണ്ടാൽ മാത്രം മതി. ഞാൻ ഉടനെ പൊയ്ക്കോളാം. പക്ഷെ ഒരു കാര്യം, മോളെ കാണാൻ ചെന്ന് എല്ലാം വിളിച്ചു പോയി ആളുകൾ അറിയിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഞാനൊന്ന് പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ. ആ. ചെല്ല്. തോമസ്. സർ, സെൽ നമ്പർ 4 പേഷ്യന്റ് കാണാമെന്ന സ്ത്രീയാ. ആ തീരെ നിർത്തി സംസാരിപ്പിക്കണ്ട, വേഗം പറഞ്ഞിട്ടേക്ക്. ആ കുട്ടിയുടെ കാര്യം വലിയ കഷ്ടം തന്നെ. ഇത്ര ചെറുപ്പത്തിലെ ഇങ്ങനൊരു വിധി. ആരുടെ കാര്യമാ? ആ 4 കിടക്കുന്ന കുട്ടിയില്ലേ, യമുന, അതിന്റെ അമ്മ വന്നിട്ടുണ്ട്. അവരുടെ കരച്ചിൽ കണ്ടിട്ട് സങ്കടം തോന്നുന്നു. കരഞ്ഞൊക്കെ മതി. അധിക നേരം ആരും ഇവിടെ നിർത്തണ്ടെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. മോളെ, ഡ്രസ്സൊക്കെ ബെഡിലുണ്ട്. കഥ തുറക്കും ഭാഗത്തെടുത്ത് വെച്ചോ. അമ്മ നാളെ വരാം. എടാ പോളെ, നമ്മൾ ഈ കാര്യത്തിൽ ഇടപെടുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമാവോ? എന്ത് കുഴപ്പമുണ്ടാവാനാ? അല്ല, ആ ഡോക്ടർ അയാളുടെ അച്ഛനും ഒക്കെ ഇവിടുത്തെ വലിയ പ്രമാണിമാരാന്നല്ലേ പറയുന്നത്. നമ്മൾ അതൊന്നും നോക്കണ്ട. രക്ഷപ്പെടാൻ ദൈവം കാണിച്ചെന്നിരിക്കുന്ന വഴിയാ. എടാ, മനോഹരമായ വീട്, രുചികരമായ ഭക്ഷണം, ആവശ്യത്തിനുള്ള പണം. ആ വക്കച്ചൻ നമ്മളെ പെരുവഴിയിൽ ഇറക്കി വിട്ടെങ്കിലും യഥാർത്ഥത്തിൽ നന്ദി പറയേണ്ടത് അയാളോടാ. യമുനയെ രക്ഷപ്പെടുത്തിയാൽ കിട്ടുന്ന കാശ് കൊണ്ട് നമുക്ക് നല്ലൊരു നാടക ട്രൂപ്പ് തുടങ്ങാം. ആദ്യത്തെ നാടകം എങ്കിലും എന്റെ അയ്മനം അമ്മിണി. എന്നിട്ട് വേണം വക്കച്ചനെ പോലെ എനിക്കും ഒരു കീപ്പിനെ വെച്ചുകൊണ്ട് കിടക്കാൻ. അതല്ല, 2 എണ്ണത്തിന് വണ്ടി ഇതേപോലെ ഇറക്കി വിടാൻ. അത് ശരി. യമുനയെ നമ്മളെ എങ്ങനെ രക്ഷപ്പെടുത്തുന്ന നീ പറയുന്നത്? അതൊക്കെ വഴിയുണ്ടാക്കാം. നിനക്ക് വേറൊരു കാര്യം അറിയണോ? നമ്മൾ ഇവിടെ വന്നു പെട്ടതുകൊണ്ട് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാകാൻ പോകുന്നത് നിനക്കാ. എങ്ങനെ?
നീ യമുനയെ ഭ്രാന്താശുപത്രിയിൽ നിന്ന് കടത്തിക്കൊണ്ട് പോരുന്നു. യമുനയുടെ അമ്മയുടെ കഷ്ടകാലത്തിന് അവർ യമുനയെ നിനക്ക് വിവാഹം കഴിച്ചു തരാൻ തീരുമാനിക്കുന്നു. അവർ സ്വത്തുക്കൾ നിന്റെ പേരിൽ എഴുതി വെക്കുന്നു. നീ പറഞ്ഞതുപോലെ യമുനയെ ഞാൻ കല്യാണം കഴിക്കുന്നു, ഈ വീടും സ്വത്തുക്കളെല്ലാം കൈവശം വെക്കുന്നു, നിന്നെ ഞാൻ ഇവിടെ ഇറക്കി വിടുന്നു. ഇറക്കി വിടുന്നോ? അല്ലെങ്കിൽ നിന്നെ എനിക്ക് നേരത്തെ അറിയാം. അപ്പ കണ്ടവനെ അപ്പാന്ന് വിളിക്കുന്നവനാ നീ. അതൊക്കെ പോട്ടെ, യമുനയെ രക്ഷപ്പെടുത്താൻ നീ എന്ത് വഴിയെ കണ്ടിരിക്കുന്നു? അത് പറഞ്ഞാൽ നീ ഞെട്ടരുത്. ഇല്ല, പറ. ഒരു വഴിയും കണ്ടിട്ടില്ല. നിന്റെ അപ്പം